തിരുവോണമാണ്. ഞങ്ങൾ പൂടണം. രാവിലെ എല്ലാവരും കുളിച്ചു. അപ്പോൾ ജസ്റ്റ് പുറത്ത് പോയി ഞങ്ങളുടെ തോട്ടത്തിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ പറിച്ച് ഒരു ചെറിയ ഓണസദ്യയൊക്കെ ഉണ്ടാക്കണം. അതാണ് പ്ലാന്. പിന്നെ പൂടണം, അതാ അടുത്ത പ്ലാൻ. ഇപ്പോൾ ആദ്യം പച്ചക്കറി പറിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഇന്നലെയായിരുന്നു ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഓണം. കുറേ പേരുണ്ടായിരുന്നു, ഒരു 400 പേരുണ്ടായിരുന്നു ഓണം. അപ്പോൾ അതിൽ ഞാനും എൻ്റെ മോളും കൂടി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഫുഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിയലും ഓലനൊക്കെ ഉണ്ട് ഓൾറെഡി, ഇന്നലത്തെ ബാക്കി. പിന്നെ മേ ബി അത് തന്നെ ഇന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൂടാതെ കുറച്ച് പച്ചടിയും സാമ്പാർ അങ്ങനത്തെ ഒക്കെ ഇന്ന് ആക്കണം. അപ്പോൾ ആദ്യം പോയി ഞങ്ങളുടെ ഗാർഡനിൽ പോയി കുറച്ച് വെജിറ്റബിൾസൊക്കെ പറിച്ച് വന്നിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കുറച്ച് പയർ പറിക്കാം. നമുക്കൊരു പയർ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട്. കുമ്പളൊക്കെ നല്ല തൂങ്ങിക്കിടപ്പുണ്ട്. കുറേ പൊട്ടിക്കൊക്കെ പറിക്കാനായിട്ടുണ്ട്. ഒരു വലിയ താലോലി. വെള്ളരിക്കയും ഒരു വെള്ളരിക്കയും കൂടി ഉണ്ട് ഇവിടെ, അതും കൂടെ പറിക്കാം. കൈപ്പക്കൊക്കെ കുറച്ച് മഞ്ഞയായി തുടങ്ങി. ഞങ്ങൾ കുറച്ച് ദിവസമായി എന്തൊക്കെയോ ഓണപ്പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് അധികം വരാറില്ല, വെള്ളം ഒഴിക്കുക എന്നല്ലാതെ. ലാസ്റ്റ് കുറച്ച് തക്കാളിയും കൂടിയുണ്ട്, കൂടെ പറിച്ചേക്കാം. ഇത്രയും ഞങ്ങളിപ്പോൾ പറിച്ചു. ഇത്രയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഹാർവെസ്റ്റ്. കുറച്ച് തക്കാളി, പിന്നെ വെണ്ടക്ക, കോട്ടപ്പയർ, കയ്പ, കുറച്ചധികം പൊട്ടിക്ക അല്ലെ താലോലിക്ക, പീച്ചിങ്ങ, ഞങ്ങളെല്ലാം പറയാറുണ്ട്. ഞങ്ങൾ പൊട്ടിക്കാന്നും താലോലിക്കാന്നൊക്കെ പറയും. ഒരു കുമ്പളം, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കുമ്പളാണ്. കുറച്ച് ഉണ്ടാവുന്നുണ്ട്, 3-4 ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ചെറിയ കുമ്പളങ്ങ ഈ പ്രാവശ്യത്തെ. പിന്നെ ഇത് ആപ്പിൾസ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ 2 ദിവസം മുന്നേ പറിച്ചതും കൂടി ഉണ്ട് ഇതിൽ കേട്ടോ. ആയി വരുന്നതിനനുസരിച്ച് ഞങ്ങൾ പറിക്കുമായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നമുക്കിനി സദ്യ തുടങ്ങാം. സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ബീട്രൂട്ടാണ്. ഇത് ബീട്രൂട്ട് ആക്ച്വലി ഇവിടെ ഒരു ഏപ്രിലൊക്കെ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഞങ്ങൾ അപ്പോഴേ പറിച്ചിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച ബീട്രൂട്ടായിരുന്നു. ഞങ്ങളുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായതാണിത്. അപ്പോഴേ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇത്. കയ്പക്ക പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഒരേ സമയത്ത് ഇൻസ്റ്റാപോട്ടിൽ ഒറ്റയടിക്ക് ആക്കിയെടുക്കാം. എൻ്റെ രണ്ടാമത്തെ ഇൻസ്റ്റപോട്ടിൽ ഞാൻ സാമ്പാറിനുള്ള പരിപാടി തുടങ്ങിയേക്കുവാണ്. അപ്പോൾ ജസ്റ്റ് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടു. അപ്പോഴേ ഞങ്ങൾക്ക് ഓർമ്മ വന്നു, ഞങ്ങൾക്ക് ബീൻസ് പോലത്തെ ഒന്നും പറിച്ചില്ല സാമ്പാറിലേക്ക് ഇടാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ പോയി, ഹസ്ബൻഡ് പോയി ബീൻസ് പറിക്കാൻ പോയിട്ടുണ്ട്. ബീൻസ് ഇടുന്ന സമയം തന്നെ ആ വേസ്റ്റ്, ഞങ്ങളുടെ ഓൾറെഡി ഉള്ള പച്ചക്കറി വേസ്റ്റൊക്കെ ഇടാമെന്ന് പറഞ്ഞാൽ അതും കൂടി എടുത്തിട്ട് പോയിട്ടുണ്ട്. ബീൻസ് പറിക്കാൻ പോവുക. മോളിരുന്നിട്ട് ഓണപ്പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൾ പുറത്തൊക്കെ പോയി ആവശ്യത്തിനനുസരിച്ച് പൂവൊക്കെ പറിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് പോയിട്ടുകൊണ്ടിരിക്കുക. സാമ്പാറിൽ എല്ലാ വെജിറ്റബിൾസും ഇട്ടു. ക്യാരറ്റ് ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയതാണ്. പിന്നെ
പച്ചക്കായും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് വിൻ്റർ ആകുമ്പം നമ്മളെ വാഴ പോയി പോകുമല്ലോ. അപ്പോൾ കായൊന്നും ഉണ്ടായി കിട്ടാറില്ല. അപ്പോൾ ഞങ്ങളിതുവരെ വാഴയൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. പിന്നെ കുറച്ച് സുക്കിനി ഉണ്ടായിരുന്നു, അത് ഇതിലിട്ടിട്ടുണ്ട്. വെള്ളരിക്ക ഞങ്ങളുടെ ഗാർഡനിൽ വെള്ളരിക്ക ഇട്ടു. തക്കാളി, ഇതൊക്കെ ഇവിടുത്തെ തന്നെ ഉണ്ടായ സാധനങ്ങളാണ്. പിന്നെ ഞങ്ങൾ ബീൻസും കൂടി ഇടും. പിന്നെ വെണ്ടക്കയും ഞങ്ങൾക്കുണ്ട്. ഗാർഡനിൽ നിന്ന് ബീൻസ് പറിച്ച് വന്നേക്കുക. ബീൻസും കൂടി ഇട്ടു. ഇനി ഒരു കഷ്ണം കായവും കൂടി ഇടണം. എല്ലാ വെജിറ്റബിൾസും ഇട്ടു. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേഗം സാമ്പാർ വെക്കാം. പിന്നെ ഇത് എൻ്റെത് കണ്ണൂർ സ്റ്റൈൽ സാമ്പാറാണ്. ഞങ്ങൾ പൊതുവേ തേങ്ങയൊക്കെ കുറച്ച് വറുത്തരക്കും കണ്ണൂരിലെ സാമ്പാറിൽ. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങളുടെ കണ്ണൂർ സ്റ്റൈൽ ഓണാണ്. അപ്പോൾ കണ്ണൂർ സ്റ്റൈൽ ഓണത്തിന് എങ്ങനെയായാലും ഒരു ഫിഷ് ഫ്രൈ ഉറപ്പായിട്ടും കാണും ഓണസദ്യയുടെ കൂടെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ഓണത്തിന് ഒരു ഫിഷ് ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രീസറിൽ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫിഷൊക്കെ എടുത്തിട്ട് കഴുകിട്ട് ഞാനൊന്ന് നമ്മുടെ ഗാർഡനിൽ പോയി കഴുകാമെന്ന് പറഞ്ഞിട്ട് ഗാർഡനിലേക്ക് ഫിഷൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അവിടെ ഇരുന്ന് കഴുകിക്കൊണ്ടിരിക്കുക. ചട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗാർഡനിൽ നിന്ന് ഫിഷ് കഴുകിയിട്ട്. സാമ്പാറിന് ഇൻസ്റ്റാപോട്ടിലിട്ടു. പിന്നെ ചെറിയൊരു പരിപ്പ് സദ്യ പരിപ്പാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒരു ബൗളിലാക്കി സോക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചേക്കുക. ഞാൻ സാമ്പാറിൽ ഒരു ഐറ്റം മറന്നുപോയി. ഇത് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ചീര പറിച്ചിട്ട് ചീര കട്ട് ചെയ്ത് വെച്ച ചീരത്തണ്ടാണ്. അത് ഞങ്ങൾ പൊതുവേ സാമ്പാറിലിടും. അതിടാൻ മറന്നുപോയി സാമ്പാറിൽ. അപ്പോൾ ഞാൻ തുറന്ന് അതും കൂടി ഇടുക, ചീരത്തണ്ടും കൂടി ഇടുവാണ്. ഫിഷിനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് സാമ്പാറിനുള്ള തേങ്ങയില്ല. തേങ്ങ ആക്ച്വലി തേങ്ങ വറുത്തരച്ച് വെച്ചതുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഉള്ളിയും സാമ്പാർ പൗഡറും ആ തേങ്ങ വറുത്തരച്ചതും കൂടി കുറച്ച് ആഡ് ചെയ്ത് ഒരു മിക്സ് ആക്കാൻ പോവാം. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് സാമ്പാർ പൗഡർ. ഇത് ഞാൻ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന സാമ്പാർ പൗഡറാണ്. ഇത് ഞങ്ങൾ അവിൽ പായസമാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് പാല് തിളപ്പിക്കാൻ വെച്ചേക്കുക. പച്ചടിക്ക് കടുകും തേങ്ങയും കൂടെ അരക്കാൻ പോവാണ്. 2 കറിവേപ്പിലയും കൂടെ പറിക്കാം. കറിവേപ്പിലയൊക്കെ ഏകദേശം തണുപ്പായതോടുകൂടി വീട്ടിൻ്റെ ഉള്ളിലെത്തിയേക്കുക. കൈപ്പക്കയും ബീട്രൂട്ടും വെന്ത് കിട്ടി. പായസത്തിൽ ഞാൻ അവിലിട്ടു. ജസ്റ്റ് കഴുകിയിട്ട് ചെറുക്കവിൽ റെഡ് മട്ട റൈസിൻ്റെ അവിലിട്ടു. പേര് തോരൻ. ഒന്നും ചെയ്യണ്ടേ.